റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത് അറയെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താണ് അറേ എന്നുള്ളത് നമുക്ക് നോക്കാം. മോഡിഫൈ ടാബിനകത്ത് മറ്റൊരു ടൂളാണ് അറേ. അറയുടെ ഷോർട്ട് കീ എന്ന് പറയുന്നത് AR ആണ്. എന്താണ് അറേ, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കുന്നതിന് വേണ്ടിയിട്ട് നേരെ ആർക്കിടെക്ചറിലേക്ക് പോയി ഇവിടെ വോൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഒബ്ജക്റ്റ് വരച്ചു. ഓക്കെ, അറയുടെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. മോഡിഫൈ ടാബിലേക്ക് വന്ന് ആദ്യം ഇതിനെ സെലക്ട് ചെയ്തു, അതിനുശേഷം അറേ കൊടുത്തു. നമ്മളിവിടെ ആദ്യം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം അറേ കൊടുക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് അത് സെലക്ഷൻ ആകും. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യം അറേ കൊടുത്തു, അതിനുശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, പിന്നെ എൻ്റർ കൊടുക്കണം. സെയിം തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിച്ചു. ഞാനിപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം 5000 mm മാറിയിട്ടൊരു ഒബ്ജക്റ്റ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5000 mm മാറ്റിക്കൊണ്ട് 5000 കൂടെ ടൈപ്പ് കൊടുക്കുക. ഓക്കെ, എൻ്റർ കൊടുക്കാൻ നേരത്ത് സെയിം ഒരു ഒബ്ജക്റ്റ് അവിടെ വരും. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൗണ്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 5 എന്ന് കൊടുക്കാം. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഡിസ്റ്റൻസ്, അതായത് നമ്മൾ ആദ്യം കൊടുത്തൊരു ഡിസ്റ്റൻസ് ഉണ്ട് 5000, ആ ഒരു ഡിസ്റ്റൻസിൽ 5 ഒബ്ജക്റ്റ് ഇതുപോലെ കോപ്പി ആയിട്ട് വരും. ഇതിനെയാണ് അറേ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കൗണ്ട് കൊടുത്ത് എൻ്റർ കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിന്റെ നമ്പേഴ്സിനെ ചേഞ്ച് ചെയ്യാം. വേണമെങ്കിൽ 5 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 3 ആക്കി കൊടുക്കാം. അതിന് 3 ഇവിടെ കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുത്താൽ മതി, 3 ആവും. അതല്ല 5ൽ കൂടുതൽ വേണമെങ്കിൽ ഇപ്പം എക്സാം 10 കൊടുക്കാം. എൻ്റർ കൊടുത്തു, അപ്പം 10 നമ്പേഴ്സ് ഇതുപോലെ വരും. അതല്ലാതെ നമുക്ക് അറേ ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റും അറിയാം, എൻഡിങ് പോയിന്റും അറിയാം. അതായത് ഇവിടെ നിന്ന് എത്ര മീറ്റർ അല്ലെങ്കിൽ എത്ര mm മാറിയാണ് ലാസ്റ്റ് പോയിന്റ് വരേണ്ടത് അതും അറിയാം. അതിനുള്ളിലായിട്ട് ഒരു 5 ഒബ്ജക്റ്റ് സെയിം ഒബ്ജക്റ്റ് വരണം. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, അതിനുശേഷം അറേ കൊടുക്കുക. ഇവിടെ നേരത്തെ നമ്മൾ ഈ ഒരു പോയിന്റിലാണ് കിടന്നത്, ഇവിടെ ലാസ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിലായിട്ട് ലാസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും അകത്തായിട്ട് എത്ര കൗണ്ട് വേണം, ഞാനിവിടെ ഒരു 5 കൗണ്ട് വേണം എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തു, അതുപോലെ തന്നെ എൻഡിങ് പോയിന്റ് കൊടുക്കുകയാണ്. എൻഡിങ് ഒരു 3500 കൊടുത്തു. ഓക്കെ, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ നേരത്ത് ഫസ്റ്റ് ഒബ്ജക്റ്റിനും ലാസ്റ്റ് ഒബ്ജക്റ്റിനും ഇടയ്ക്കായിട്ട് അതും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ടോട്ടൽ 5 ഒബ്ജക്റ്റ് അവിടെ വരും. അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസിൽ 5 ഒബ്ജക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ആവും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇവിടെ ഇപ്പം കൗണ്ട് 5 നടക്കുന്നത്. ഈ 5ന് ഇപ്പം ഇവിടെ 3 ആക്കി കൊടുത്തു. എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് 3 ആണ്. പക്ഷെ ഇവിടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് മാറുന്നില്ല. ഇതിന് ഉള്ളിലെ കൗണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് ചേഞ്ച് ആവുന്നതേ ഉള്ളൂ. സ്റ്റാർട്ടിങ് എൻഡും സെയിം തന്നെയാണ്, അതേ ഡിസ്റ്റൻസ് നമ്മൾ കൊടുത്ത അതേ ഡിസ്റ്റൻസ് തന്നെയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് കൗണ്ട് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഇതിനെ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അറേയിലുള്ളൊരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇത് ഒരു അറയ്ക്കുള്ളിലായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്താലും അത് ആ ഒരു അറയ്ക്കകത്തുള്ള എല്ലാത്തിലും ആ ഒരു ചേഞ്ചസ് വരും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടോട്ട് വന്നതിന് ശേഷം ഇവിടെ അൺഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു അൺഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം സെപ്പറേറ്റ് ആയി കഴിഞ്ഞു. ഇതിലെല്ലാം ഇനി നമുക്ക് മാറ്റങ്ങൾ ഓരോന്നിലായിട്ട് ഇൻഡിവിജ്വലായിട്ട് മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും. ഓക്കെ, ഇവിടെ അൺഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ കൗണ്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം അൺഗ്രൂപ്പ് ആയി കഴിഞ്ഞു, അറേന്ന് അൺഗ്രൂപ്പായി മാറിക്കഴിഞ്ഞു. പിന്നെ വേറൊരു ഓപ്ഷൻ, നമുക്കിപ്പം അറിയാം എത്ര കൗണ്ട് ആണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിന്റെ 3 എണ്ണമാണ് വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അറയ്ക്കകത്ത് പോവുക. അറയ്ക്കകത്ത് പോയതിനു ശേഷം ഇവിടെ ഗ്രൂപ്പ് ആൻഡ് അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് അൺടിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം കൗണ്ട് എത്രയാണോ വേണ്ടത് ഒരു 4 കൗണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ലാസ്റ്റ് എന്നുള്ളത് കൊടുത്തു. ഓക്കെ, സെക്കൻഡ് അല്ല ലാസ്റ്റ് കൊടുത്തു. കൊടുത്തതിന് ശേഷം ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തു. പോയിന്റ് കൊടുത്തതിന് ശേഷം എനിക്ക് 3000 ഡിസ്റ്റൻസിനുള്ളിലായിട്ട് 4 ഒബ്ജക്റ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3000 സെലക്ട് ചെയ്തു. മെഷർമെന്റ് 3000 സെലക്ട് ചെയ്തുകൊണ്ട് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് ടോട്ടൽ 4 ഒബ്ജക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ 4 ഒബ്ജക്റ്റും അൺഗ്രൂപ്പ് ആയിട്ടാണ് കിടക്കുന്നത്. അതായത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നും എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയും. കാരണം എന്താണ്, നമ്മളിവിടെ കൊടുത്തേക്കുന്നത് എന്താണ്, ഇവിടെ ഈ ഗ്രൂപ്പ് ആൻഡ് അസോസിയേറ്റ് എന്ന് പറയുന്നത് അൺടിക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട്, അതിപ്പം അൺഗ്രൂപ്പ് ആയിട്ടാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ പ്രത്യേകിച്ച് കൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയത്തില്ല. മൈനസ് ആയാലും പ്ലസ് ആയാലും നമുക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല, കാരണം ഇത് അൺഗ്രൂപ്പ് ആണ്. അതുപോലെ തന്നെ അറേക്കകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ആർക്കിടെക്ചറിലേക്ക് വന്നു. അതിനുശേഷം മോഡൽ ലൈൻ എടുത്തു. ഇവിടെ ഒരു സർക്കിൾ കൊടുക്കുകയാണ്. ഓക്കെ, ഒരു സർക്കിൾ വരച്ചു. അതിനുശേഷം ഇവിടെ ലൈൻ എടുത്തു. ലൈൻ എടുത്തതിനു ശേഷം ഇവിടെ ഒരു ഒബ്ജക്റ്റ് പോലെ ഒരെണ്ണം വരച്ചു കൊടുത്തു. ഓക്കെ, എനിക്കിവിടെ ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു സർക്കിളിന് ചുറ്റും വരണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യണം. അതിനുശേഷം മോഡിഫൈ ടാബിനകത്ത്
അറേ കൊടുത്തു. അറേ കൊടുത്തതിന് ശേഷം നിലവിൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് ഇവിടെ ലൈനർ ആണ് കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പൊ ഇവിടെ കൊടുക്കാൻ പോണത് റേഡിയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. റേഡിയൽ കൊടുത്തതിന് ശേഷം എത്ര കൗണ്ട് വേണം, ഇതിന് ചുറ്റും എത്ര നമ്പർ വേണം, ആ ഒരു കൗണ്ട് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു 8 എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ സെക്കൻഡ് ആണ് കൊടുക്കുന്നത്. സെക്കൻഡിന്റെ ഓപ്ഷൻ അറിയാലോ, നമ്മൾ എത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര ആംഗിള് മാറ്റിയാണ് രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റ് വെക്കുന്നത്. ആ ഒരു ഒബ്ജക്റ്റിന് ഈക്വൽ ആയിട്ട്, ആ ഒരു ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ട് 8 നമ്പേഴ്സ് അവിടെ വരും. അതല്ല ലാസ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കറിയായിരിക്കും എവിടം വരെ നമ്മുടെ ഒബ്ജക്റ്റ് വരണം. അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലായിട്ട് ബാക്കിയുള്ള ഒബ്ജക്റ്റുകൾ വരും. ഓക്കെ, ഞാൻ ഇവിടെ സെക്കൻഡ് ആണ് സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് പ്ലേസ് കൊടുക്കണം. പ്ലേസ് കൊടുത്തതിന് ശേഷം ഏത് ഒബ്ജക്റ്റിന് ചുറ്റുമാണ് നമ്മൾ കൊടുക്കാൻ പോണ ഒബ്ജക്റ്റ് വരേണ്ടത്, അപ്പൊ ആ ഒബ്ജക്റ്റിന്റെ സെന്റർ സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്തതിനു ശേഷം ഏത് ഒബ്ജക്റ്റ് ആണോ വരേണ്ടത് അതിന്റെ സെന്ററും കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ എത്ര ആംഗിൾ മാറിയാണ് അടുത്ത ഒബ്ജക്റ്റ് വരേണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. ഇവിടെ 40 ആംഗിൾ മാറിയിട്ടാണ്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 8 ഒബ്ജക്റ്റ് അവിടെ ഈ ഒരു സർക്കിളിന് ചുറ്റും വരും. ഇതിപ്പം ഗ്രൂപ്പായിട്ട് കിടക്കുകയാണ്. ഈ ഗ്രൂപ്പിനെ മാറ്റണമെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യണം. ഇവിടെ വന്നിട്ട് അൺഗ്രൂപ്പ്, ആദ്യം ഒരെണ്ണം സെലക്ട് ചെയ്യണം, അതിനുശേഷം അൺഗ്രൂപ്പ് കൊടുക്കണം. അതല്ല സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയാമെങ്കിൽ ഇവിടെ ഗ്രൂപ്പ് ആൻഡ് അസോസിയേറ്റ് അൺടിക്ക് കൊടുത്താൽ മതി. ഓക്കെ.